നമസ്കാരം, റിയൽ ന്യൂസ്. സ്നേഹം, കാരുണ്യം, സാന്ത്വനം, അവശർക്കും അനാഥർക്കും അത്താണി എന്ന മുദ്രാവാക്യവുമായി നന്മണ്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ഏകതാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോം ട്രസ്റ്റ് കണ്ണാശുപത്രി കോഴിക്കോടുമായി സഹകരിച്ചായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. 100-ലധികം പേരെ ക്യാമ്പിൽ വെച്ച് പരിശോധന നടത്തി. ക്യാമ്പ് പ്രസാദ് ചെറിയമങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർപേഴ്സൺ രതി ഭാസ്കർ ചടങ്ങിൽ അധ്യക്ഷയായി. സ്നേഹം, കാരുണ്യം, സാന്ത്വനം, അവശർക്കും അനാഥർക്കും അത്താണി എന്ന മുദ്രാവാക്യവുമായി കോഴിക്കോട് ജില്ലയിലെ നന്മണ്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ഏകതാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കോം ട്രസ്റ്റ് കണ്ണാശുപത്രി കോഴിക്കോടുമായി സഹകരിച്ചാണ് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത്. നന്മണ്ടയിൽ നടത്തിയ ക്യാമ്പ് കൊയിലാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ പ്രസാദ് ചെറിയമങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ഈ ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലയിലും എല്ലാ വാർഡുകളിലെയും ആളുകൾ ഒത്തുചേർന്നുകൊണ്ട് ഈ സൊസൈറ്റിയെ ജീവകാരുണ്യ പ്രവർത്തനം എന്നാൽ നമ്മളെല്ലാവരും ജാതിയോ മതമോ നിറമോ ഒന്നും നോക്കാതെ എല്ലാവരും മനുഷ്യ മനസാക്ഷിയെ എല്ലാം ഒന്നായി കണ്ടുകൊണ്ട് മാനുഷിക മൂല്യങ്ങളെ മാനവ മൈത്രിയിലൂടെ പുറത്തിറക്കിക്കൊണ്ട് ഈ ആതുര സേവന രംഗത്ത് നിറസാന്നിധ്യമായ ഏകതാ ചാരിറ്റബിൾ സൊസൈറ്റിയെ മുന്നോട്ട് നയിക്കുവാൻ നാട്ടുകാരുടെ കടപ്പാട് എന്നും ഉണ്ടാകണമെന്നും ഈ അവസരം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഏകതാ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ രതി ഭാസ്കർ ചടങ്ങിൽ അധ്യക്ഷയായി. ഇതിൽ വരുന്ന രോഗികൾക്ക് സൗജന്യമായിട്ട് ശസ്ത്രക്രിയ വേണ്ടവർക്ക് അത് സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് ഏകദേശം 37 വർഷമായിട്ട് ഈ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി നിലവിൽ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. റോഡരികിലും ബസ് സ്റ്റാൻഡുകളിലും ആരോരുമില്ലാതെ കഷ്ടപ്പെടുന്നവർക്കും വേണ്ടിക്കൊണ്ട് നിലകൊള്ളുന്ന ഒരു സൊസൈറ്റിയാണ് ഏകതാ ചാരിറ്റബിൾ സൊസൈറ്റി. ഞങ്ങളുടെ ആശയം എന്ന് പറഞ്ഞാൽ പാവങ്ങളിൽ വെച്ച് പാവങ്ങളെ സേവിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഞങ്ങൾ ഈ സൊസൈറ്റിയിലൂടെ ഊന്നൽ നൽകുന്നത്. വാടങ്കം നിത്യകല ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി. സുരേഷ് വടകര, രാജേഷ് AP, ഷാജി താമരശ്ശേരി, അനഘ NK തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർമാരായ ഫാത്തിമത്ത് സുഹൈറ, അനുശ്രീ എന്നിവർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു. ശശികല, അബ്ദുല്ല, ഫാത്തിമ സിനി, ഷംസീന, നഫ്ല എന്നിവർ മെഡിക്കൽ സംഘത്തിലുണ്ടായിരുന്നു. 100-ലധികം പേരെ ക്യാമ്പിൽ വെച്ച് പരിശോധന നടത്തി. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.